ഗുഡ് മോർണിംഗ്. ഇന്നത്തെ മോർണിംഗ് ഡ്രിങ്ക് റേസിൻസ് വാട്ടർ, ഓവർനൈറ്റ് സോക്ഡ് റേസിൻസ് വാട്ടർ. അപ്പോൾ ഇത് കുടിക്കട്ടെ. ഗുഡ് മോർണിംഗ് റൂഫി. ഗുഡ് മോർണിംഗ്. കുളിക്കണ്ടേ ഇന്ന് റൂഫി? കുളിക്കാൻ റെഡിയല്ലേ? കുളിക്കാൻ റെഡിയല്ലേ മമ്മോ? മമ്മോ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മമ്മോ. കുളിക്കാൻ റെഡിയല്ലേ? എവിടെ സോറോ കുട്ടി? സോറോ ഗുഡ് മോർണിംഗ്. കുളിക്കണ്ട മുന്നേ? സോറോന്ന് കുളിക്കണ്ടേ? ഇവിടെ നോക്കടി, ഉറക്കം വരുന്ന. കുളിക്കാൻ റെഡിയല്ലേ? വായോ കുളിക്കണം. ബാ, എണീറ്റ് വാ, കുളിക്കണം. നല്ല ഉറങ്ങിയില്ലേ? വെച്ച് കള്ള. ഇപ്പോഴും ഉറക്കം വരുന്നത് നിനക്ക്? വാ എണീറ്റ് വാ. എന്തേലും സ്നാക്സ് തരാം കഴിക്കാന്. വാ സ്നാക്സ് കഴിച്ചിട്ട് കുളിക്ക് പോയിട്ട്. മമ്മോ ബാ, എന്തേലും സ്നാക്സ് തരാം. വാ, എന്നിട്ട് കുളിക്കാ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഓവർനൈറ്റ് ഓട്സ്. ഇന്ന് ഇതിൽ പോമഗ്രനേറ്റ് ഇട്ടിട്ടില്ല, മാംഗോ, ബനാനാസ് ആൻഡ് ബ്ലൂബെറീസ്. പിന്നെ ഓഫ് കോഴ്സ് ചിയ സീഡും ഓട്സും ഗ്രീക്ക് യോഗേർട്ട്, പിന്നെന്താ പാല് കുറച്ച്, പിന്നെ വെള്ളം. സോ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ദീദി വരുന്നതിൻ്റെ മുന്നേ കഴിച്ചിട്ട് ഫ്രീ ആയാലേ പിള്ളേരനെ നോക്കാൻ പറ്റുള്ളൂ. പ്ലാൻസ്. ഇതിന് വെള്ളം ഒഴിച്ചില്ല എന്നല്ല, വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇന്ന് കൊക്കോ കേജിൽ കിടന്നുറങ്ങുന്നുണ്ട് ബെഡിൽ. ഓരോ കുളിക്കാൻ റെഡിയായാ? സോറ കുട്ടാ ഓൾ സെറ്റ്? രണ്ടെണ്ണത്തിനെ പിടിച്ച് കൂട്ടിലിട്ട് വെച്ച്. നോ മമ്മ നോ. അടുത്ത നിങ്ങളാ. എന്റെ സോറ കുട്ടി കുളിക്കണോ? എന്റെ സുന്ദര കുളിക്കണോ? നല്ല കുട്ടിയായി സുന്ദരനായിട്ട് വരും ഇപ്പൊ. എന്തിനാ ഒച്ചെടുത്തിട്ടിരിക്കുന്നുണ്ട്? കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്യ്. അടുത്തത് മോമോനെ കുളിപ്പിക്കണത്. അപ്പൊ ഈ കുട്ടീന്റെ കുളി കഴിഞ്ഞു. അടുത്തത് ഈ കുട്ടി റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. മമ്മോ ഫസ്റ്റ് ടൈം കുളി ഞങ്ങളെ ബാത്റൂമില്. വെയിറ്റ് ചെയ്യ്. ഓക്കെ, ഗുഡ് ഗേൾ. ഡാഡി സൂപ്പർ ആയിട്ട് കുളിപ്പിക്കണ്ട. ഗുഡ് ഗേൾ. മമ്മോ ഈസ് ഗുഡ് ഗേൾ. ഈ ഭ്രാന്തെന്താ അവരെ ടവല് നോക്കി കത്തിട്ടിരിക്കും. ഉള്ള ഉണങ്ങിയിട്ടൊന്നുമില്ല, പക്ഷെ ഇനി ഗ്യാപ്പ് ഇട്ടിട്ട് ഉണക്കാൻ പറ്റുള്ളൂ അവന്. അവൻ വയലന്റ്. ഇവിടെ അടുത്ത ടിക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മമ്മോശി കുളിച്ചാടി. മമ്മോനെ ഉണക്കി തരട്ടെ? മമ്മോനെ ഡ്രൈ ആക്കി തരട്ടെ? റൂഫിപ്പനെ അവന്റെ കുട്ടി ബ്രൗണി ആയി. യു ആർ ലുക്കിംഗ് ലൈക്ക് എ ബ്രൗണി. ഇവർ രണ്ടെണ്ണത്തിന് ഒരു 80% ഞാൻ ഡ്രൈ ചെയ്ത്. ഇത് ഓൾമോസ്റ്റ് 90% ഡ്രൈ. ഇതിപ്പോ ഒരു 80% ഡ്രൈ. ഇനി അവസാനം സുഗി വന്നിട്ട് ഒരു ഇൻസ്പെക്ഷൻ ഉണ്ട്. എന്നിട്ട് സുഗി ഡിസൈഡ് ചെയ്യും തിരിച്ച് ഡ്രൈ ചെയ്യണം, പിന്നെ കോമ്പിങ് അതൊക്കെ സുഗി ചെയ്യും. നമ്മുടെ സുന്ദരി കുളിച്ചാടി, നമ്മുടെ കൂടുകൾ കുളിച്ചാടി. ഇനി നമുക്കൊരു യുദ്ധം ചെയ്യണ്ടേ? ഉണങ്ങണമെങ്കിൽ ഒരു യുദ്ധം നടക്കൂല്ലേ?
കുളിച്ച ക്ഷീണത്തിൽ ഇവിടെ എല്ലാവരും ഉറങ്ങുക കേട്ടോ. സോറോ, റൂഫി കൂട്ടിനുള്ളിലാണ്. എന്താ വെച്ചാൽ ഇല്ലെങ്കിൽ രണ്ടുപേരും ഇപ്പോഴേ അഴുക്കാക്കരുത്, അങ്ങോട്ടും ഇങ്ങോട്ടും നക്കിയിട്ട്. അപ്പോൾ ദാ മൊമോ ഇവിടെ കിടന്നുറങ്ങുന്നുണ്ട്. റൂഫിയൊക്കെ സ്ട്രെച്ച് ചെയ്തിട്ട് സുഖമായി കിടന്നുറങ്ങുന്നുണ്ട്. കേക്ക് ഉണ്ടോയെന്ന് അറിയില്ല, കാരണം എക്സോസ്റ്റ് ഇട്ടില്ലെങ്കിൽ ഇവിടെ ഫുള്ള് പുകയാവും. സ്പീഡ് കുറക്കട്ടെ. കുറച്ച്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ബിരിയാണി, ഞാൻ ചിക്കൻ ഓൾറെഡി ചെറിയ പീസസ് ആയിട്ടാട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്, ചില്ലി പീസസ് പോലെ. അതുകൊണ്ട് നമ്മൾ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ബസ്മതി റൈസിലാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് കാരണം ഗസ്റ്റ് ഒന്നും ഇല്ലല്ലോ, ഞാനങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോഴാണ് കൈമ റൈസിൽ ഉണ്ടാക്കുക. ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ രണ്ടാളുള്ളൂ. പിന്നെ ബസ്മതി റൈസ് ബിരിയാണി ടേസ്റ്റ് നമ്മളെങ്ങനെ ഉണ്ടാക്കണമെന്നനുസരിച്ചിരിക്കും. സോ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇനി റൈസ് ഇതിൽ സെപ്പറേറ്റ് വേവിക്കണം. ഈ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെയാണ് നമ്മൾ അണിയനൊക്കെ ആക്കിയിട്ട് മസാല ഉണ്ടാക്കാൻ പോണത്. ഫുൾ റെസിപ്പി കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, ബട്ട് ഐ വിൽ ട്രൈ. കാരണം കാണാനുണ്ടോ, അവിടെ വർക്ക് നടന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും കൂടെയാണ് ഞാൻ ചെയ്തിട്ടിരിക്കുന്നത്. സോ ഷൂട്ട് ചെയ്യാൻ പറ്റിയാൽ ഷൂട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. അപ്പം ഞാൻ റെസിപ്പി മാത്രമായിട്ട് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. പിന്നെ ഞാനില്ലേ നെയ്ച്ചോറായാലും ബിരിയാണിക്കുള്ള റൈസ് ആയാലും ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ജീരകം, അതായത് പെരുംജീരകം, ഇതെല്ലാം ചതച്ചിട്ട് റൈസിലും ഞാൻ ഇടും കേട്ടോ, ഒരു 2 സ്പൂണ്. കാരണം അപ്പം റൈസ് നല്ല ഫ്ലേവർ ആകും, നെയ്ച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ഉള്ളിയും പിന്നെ മറ്റേ പട്ട, ഗ്രാമ്പൂ സാധനങ്ങളില്ലേ, ബിരിയാണി സ്പൈസസ്, അതെല്ലാം വറുത്തിട്ട് കുറച്ച് സവാള ഇട്ട്, പിന്നെ ഇപ്പം ചതച്ച് ഇട്ടില്ലേ ഈ ചേർത്ത സാധനം, ഇതൊന്ന് റോസ്റ്റായി വന്നാൽ ഇതിലേക്ക് അരി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കും. പിന്നെ ചൂടുവെള്ളം, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള പോലെ. കാരണം ഞാൻ അരി 20 മിനിറ്റ്സ് ഓൾറെഡി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം മതി, 1 വിസിലും മതി. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒറ്റ വിസിൽ. ചിക്കൻ ഇവിടെ ഹാഫ് ഫ്രൈ ആയി, ഫുൾ ഫ്രൈ ആക്കൂല. അതേ എണ്ണയിൽ ഇച്ചിരി ഗീ ഒഴിച്ചതിൻ്റെ ശേഷം അണിയൻ ഇട്ടിട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രപ്പം എനിക്ക് കാണിക്കാൻ പറ്റിയ ബാക്കിയും കൂടെ കാണിക്കാം. ഇപ്പോൾ അരിയും ഒന്നും നമ്മൾ ഫ്രൈ പോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ, ഈ ഓയിലിലും ഗീയിലും ഇട്ടിട്ട്. കാരണം അപ്പം നമുക്ക് ചോറ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും, വിട്ടിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമില്ലേ, ഇത് കറക്റ്റ് 1:1.5 റേഷ്യോ ആണ്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം. ശരി, ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കട്ടെ കേട്ടോ. അതുപോലെ ഉള്ളിലേക്ക് നമ്മൾ ഈ സാധനം ഇട്ട് കൊടുക്കാറായി, ചതച്ച് വെച്ച സാധനങ്ങൾ, അതും കൂടെ വേഗം ചെയ്യട്ടെ. ഇപ്പോൾ എല്ലാം ഇട്ടിട്ട്, തക്കാളി എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ല വഴന്ന് അടച്ചു വെച്ച് വേവിച്ച് മസാലേനെ. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ കൊറിയാണ്ടർ ലീഫും മിന്റ് ലീഫും ഇട്ടിട്ടുണ്ട് കുറച്ച്. ലാസ്റ്റ് നമ്മൾ മേലെ ഗാർണിഷ് ചെയ്യാൻ ഇച്ചിരി കൊറിയാണ്ടർ ലീഫ് ഇടും. മേലെ എനിക്ക് മിന്റ് ലീഫ് ഇടുന്നത് ഇഷ്ടമല്ല കേട്ടോ, അതൊരുമാതിരി വാടി ചുവ വരും. ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഇടും മിന്റ് ലീഫ്. ഇനി നമുക്ക് ഇതിങ്ങനെ ഇത്ര മതി. ഇതിലേക്ക് നമുക്ക് ഇനി ചിക്കൻ ഇടാം. എന്നിട്ട് ചിക്കൻ ഇട്ടിട്ട് കുറച്ച് നേരം ഇതിനെ മിക്സ് ചെയ്യാം. ഓക്കെ, ഇവിടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിസിൽ കഴിഞ്ഞാൽ ഇത് ഇളക്കി ഇതിൻ്റെ മുകളിൽ റൈസ് ഇട്ട് ദം ചെയ്യാം. അത്രേ ഉള്ളൂ ബിരിയാണി. ഓക്കെ, ശരിക്കും ഇതാണ് കേട്ടോ കളറ്. അത് ഇവിടെ യെല്ലോ സ്ട്രിപ്പ് ലൈറ്റ്സ് ഇട്ടതുകൊണ്ട് ഞാൻ വൈറ്റ് ലൈറ്റ് ഇട്ട് കാണിക്കും. സോ ഇതാണ് ഓൾമോസ്റ്റ് മസാലേൻ്റെ കളറ്. അത് മഞ്ഞ ലൈറ്റ് ഇടുമ്പോൾ വേറെ പോലെ വരും, മഞ്ഞപ്പൊടി കൂടിയ പോലെ ഉണ്ടാവും. ഓക്കെ, ഇത് റെഡിയായി. ഇനി നമുക്ക് ദം ചെയ്യാം. ബിരിയാണി ദമ്മിട്ടു. അയ്യോ, ഒന്നും കാണിക്കാൻ പറ്റിയില്ല, എനിക്ക് ഓട്ടം തന്നെയായിരുന്നു. പിന്നെ അതാ ഒരു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, കുക്കുംബർ അണിയനൊക്കെ ഇട്ടിട്ട് ഒരു സാലഡ്. ശരി, ഇതൊരു 15 മിനിറ്റ്സ് ദമ്മാവട്ടെ, എന്നിട്ട് കഴിക്കുക. സമയം ഇപ്പോൾ 3:45. ഒരു 4 മണിയാകുമ്പോഴെങ്കിലും കഴിക്കണം, നല്ല വിശക്കുണ്ട്. സമയം 4 മണി. 4 മണിയായി. ശരി, ഞാൻ കഴിക്കട്ടെ. ദമ്മൊക്കെ പൊട്ടിച്ച്
ബിരിയാണി സെർവ് ചെയ്ത് കുറച്ച് മാംഗോ പിക്കിൾ എടുത്തിട്ടുണ്ട്, തൈര് സാലഡ് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കഴിക്കട്ടെ കേട്ടോ, വയറ് വിശന്ന്. നമ്മൾ ഈ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇല്ലേ ടയർഡായി പോയുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്കത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. എനിക്കിനിയിപ്പോൾ ഈ ബിരിയാണി നന്നായി കഴിക്കാൻ പറ്റുക നാളെയാണ്, ഇന്നല്ല. മോംസി മമ്മി ഫുഡ് കഴിക്കട്ടെ കേട്ടാ. ഓക്കെ, ഞങ്ങള് ഡുക്കാത്തിൻ്റെ റൈഡ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ്. സുഖിപ്പ് വരും ഡുക്കാത്തിയായിട്ട്, കാണിച്ചു തരാവേ. പക്ഷെ അത് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു മിന്നായം പോലെ കാണാൻ പറ്റുന്നുണ്ടാവും. ഒരു മിന്നായം പോലെ അത് ദേ വന്ന് ദേ പോയി പറഞ്ഞ പോലെ ഇത് വരുമായിരിക്കും, നമുക്ക് നോക്കാം. വരുന്നുണ്ട് സുഖി വരുന്നുണ്ട്. സുഖി പോയി. എന്തെങ്കിലും കണ്ടോ നിങ്ങള്? തിരിച്ചത് കൂടെ വരുന്നുണ്ട്. പക്ഷെ ഇതിൽ കൂടെ അത്ര ഫാസ്റ്റ് ആയിട്ട് ഓട്ടാൻ പാടില്ല, കാരണം ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടികൾ വരുന്നുണ്ടല്ലോ അല്ലേ, 2 സൈഡിലേക്ക് വണ്ടികൾ വരുന്നുണ്ട്. പക്ഷെ അത്ര ഫാസ്റ്റ് ആയിട്ടല്ല വരുന്നത്, കാണാൻ പറ്റുന്നുണ്ട്. വീഡിയോ ഒന്നും കിട്ടണില്ല, ഒരു മിന്നായം പോലെ കിട്ടണുള്ളൂ. ഒരു മിന്നായം പോലെ. ശരി, ഒരു ഫോട്ടോ എടുക്കാം. ഒരു മഴ പെയ്ത് തോർന്ന പോലെ ഉണ്ട്. അങ്ങനെ ഡുക്കാത്തി റൈഡെല്ലാം കഴിഞ്ഞ് നമ്മൾ പിള്ളേറിനെയും കൊണ്ട് ഇറങ്ങി വാക്കിങ്ങിന്. നിങ്ങളെല്ലാരെയും കാണാൻ പറ്റുന്നുണ്ടോ? എന്താ ഇങ്ങനെ ഓട്ടി? Why the hell he is doing that? Seriously? അപ്പൊ എന്താ ഉദ്ദേശിച്ച്? ഷൈൻ ചെയ്യാൻ നോക്കിയതാ. ഇനി ചിലപ്പോ എന്റെ ക്യാമറ കണ്ടിട്ടായിരിക്കും വീഡിയോയില് വൈറലാവാൻ. അയ്യോ എന്റെ ദൈവമേ, ചുമ്മാ ഇവിടെ വന്നൊരു കസർത്ത്. എന്റെ പിള്ളേര് വരെ ഇവിടെ ഉണ്ടായിരുന്നു. യേശു വരുന്നുണ്ട്. വാ മമ്മ, നമുക്ക് നടക്കാം. സോറ് മണ്ണിൽ കളിക്കല്ലേ, വാ. അപ്പോ ഇപ്പോ 2 ആഴ്ചയായല്ലോ പ്രശാന്തും ചാബിയും പോയിട്ട്. ഡുക്കാത്തി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നമ്മളടുത്ത് സുഖിന്റെ അടുത്ത് ഓടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ വീക്കും, അല്ലെങ്കിൽ അതിന്റെ എഞ്ചിൻ ഇതാവും പറഞ്ഞിട്ട്. അപ്പൊ എല്ലാ പ്രാവശ്യം ഞാൻ ഷൂട്ട് ചെയ്യാൻ പോവാ വിചാരിച്ചിട്ട് നടന്നില്ല. ഇനിയിപ്പോ അവര് നാളെ പുറപ്പെട്ടു വരും, സൺഡേ എത്തും ഇവിടെ. അപ്പോ ഇതല്ലേ ലാസ്റ്റ് ഡേ സുഖി കൊണ്ടുപോകണത് പറഞ്ഞിട്ട് ഇന്ന് ഞാനും പോയി ഷൂട്ട് ചെയ്ത് കുറച്ച് റീൽസിനുള്ള എടുത്തിട്ടുണ്ട്. ഒരു പക്ഷെ ആ റീൽ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ട് പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമന്റ്. ഓക്കെ, സുഖിയാണ് വീഡിയോഗ്രാഫർ, ഞാൻ എഡിറ്റ് ചെയ്യും. പാട്ടൊക്കെ സെലക്ട് ചെയ്യണം ഇനിയിപ്പോ പോയിട്ട്. ശരി, നടക്കട്ടെ. ഇവര് സ്ലോ മോഷൻ ആവുന്നുണ്ട് സോറ്. അങ്ങനെ സുഖിത ഇന്നത്തെ ദം ബിരിയാണി കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറയാ. ടേസ്റ്റ് അതല്ല, എനിക്ക് ഞാൻ കഴിക്കുമ്പോ റിവ്യൂ ഇടണം വിചാരിച്ച്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ബിരിയാണി ഞാൻ തന്നെ ഇങ്ങനെ റിവ്യൂ ഇടും, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ഇപ്പൊ സുഖി പറയുന്നതായിരിക്കും. സുഖിന് മൈക്ക് വേണോ അതോ ഇങ്ങനെ സംസാരിക്കും? ഫ്രൈഡ് ബിരിയാണി അടിപൊളിയായിട്ടോ. പിന്നെ ബാസ്മതി റൈസ് അല്ല, ഇഷ്ടായോ? സത്യം പറഞ്ഞ ഹോട്ടൽ നടത്താം, നിന്റെ റെസിപ്പി മാത്രം വെച്ചാ മതി. നീ പണിയെടുക്കണ്ട, വേറെ ആരെങ്കിലും വെച്ച് പണിയെടുപ്പിക്കാം. ശരിക്കും നന്നായിണ്ടാവും. അടിപൊളിയായിട്ട്. ഞാൻ പിന്നെ ചൂടോടെ കഴിച്ച കാരണം എനിക്ക് ശരിക്കും അറിഞ്ഞില്ല. അപ്പോഴേ ഞാൻ വിചാരിച്ച് നാളെ കഴിക്കുമ്പോഴാ ഇതിന്റെ ശരിക്ക് ടേസ്റ്റ് അറിയാം. അയ്യോ വേണ്ട വേണ്ട, ഇഷ്ടായി. താങ്ക് യു. നിങ്ങൾ വിചാരിക്കും ഞാൻ ഉണ്ടാക്കിയ എല്ലാത്തിനും സുഖി ഇങ്ങനെ പറയുന്നു. അങ്ങനെയാണോ? സുഖി അല്ലല്ലോ. ചീത്തയാണെങ്കിൽ എപ്പോഴും നീ അതുപോലെ പറയാറില്ലേ? ഇല്ലെങ്കിൽ ആൾക്കാർ നിന്നെ കൊണ്ട് പറഞ്ഞ്
സഹായിക്കാൻ കൊള്ളാത്തതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നിങ്ങൾ കാണിച്ചിട്ട് വേസ്റ്റ് ആക്കാൻ പറ്റല്ലോ. ശരിക്കും ജനുവിന് ആയതുകൊണ്ട് തന്നെയാണ് അവനോട് പറയാൻ പറഞ്ഞത്. അല്ലാണ്ട് ഞാൻ എന്നെ തന്നെ പുകഴ്ത്താൻ വേണ്ടിട്ട് പറയിപ്പിക്കല്ല. ഇല്ലല്ലോ, ഞാൻ കല്യാണം കഴിച്ചത് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. എന്ത് കട്ട് ബാക്കി ആക്ഷൻ ആഫ്റ്റർ ക്യാമറ, ബിഹൈൻഡ് ദ ക്യാമറ. ചായയും കപ്പിയില് ചായ മിസ്സിങ്. പിള്ളേരെല്ലാം ഫുഡ് കഴിച്ചിട്ടിരിക്കണു. മൊമോ, ഇത് സോറോ, അവിടെ റൂഫി. ഞാനിന്ന് മറ്റേ ബട്ടർഫ്ലൈ പീയില്ലേ, ശംഖുപുഷ്പത്തിന്റെ ചായയാണ് ഉണ്ടാക്കുന്നത്. നമ്മളെ ബിരിയാണിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട. സുഖിയും കഴിച്ചു, ഞാനും കഴിച്ചു. ഇനി സുഖി ഒരു പ്രാവശ്യം കൂടെ ചിലപ്പോൾ കഴിക്കും, ബാക്കി ഇച്ചിരി ഉള്ള നാളെ. അതാണ് പ്ലാൻ. മമ്മോ മമ്മോ പോണ്ട മമ്മോ, നിന്റെ മമ്മി ഡാഡി ഞങ്ങൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടി ഓൾറെഡി പുറപ്പെട്ടിട്ടുണ്ട്. മമ്മോ പോവല്ലോ മമ്മ പോണ്ട മമ്മ പോണ്ട മമ്മ പോണ്ട മമ്മ പോണ്ട. റൂഫി പറയും മമ്മ പോണ്ട പറയേ. സോറോ നീയും പറയ് സോറോ മമ്മ പോണ്ട പറയേ. സോറോന് തൊട്ടാ പ്രശ്നം, സോറോന് തൊട്ടാ പ്രശ്നം, റൂഫിന് തൊട്ടാ കുഴപ്പമില്ല. എന്ത് പൊന്നെ, അത് നിന്റെ ഡാഡി അല്ല, നിന്റെ ഡാഡി അല്ല, അത് നിന്റെ ഡാഡി അല്ല. ഹലോ, അങ്ങനെ നമ്മുടെ ഡേ 18 ഇവിടെ കംപ്ലീറ്റ് ആയി സക്സസ്ഫുള്ളി. ഇപ്പൊ സമയം 12:15. 15 മിനിറ്റ്സിൽ മാച്ച് തുടങ്ങാൻ പോവാണ്. ഓക്കെ, സ്പെയിൻ ആൻഡ് ബെൽജിയം അല്ലേ എന്നുള്ള കളി? ഐ തിങ്ക് സോ. Am I correct? I think I'm correct. Yeah. സോ ഇപ്പൊ ഞങ്ങൾ മാച്ച് കാണാൻ പോവാണ്. ഇവിടെ ഇരിക്കുന്ന ബാക്കി ബിരിയാണിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ കൈയിട്ട് വാരി കഴിച്ച് ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഞാൻ ബിരിയാണി എടുക്കാൻ വന്നത്, അപ്പൊ ഞാൻ പെട്ടെന്ന് വേഗം വൈൻഡ് അപ്പ് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. എന്റെ കൈയൊക്കെ കണ്ടോ, ഇത് ഈ പിള്ളേര് മാന്തി വെച്ചതാ. സ്നേഹം കൊണ്ട്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണതിന്റെ മുന്നേ ലെറ്റ്സ് ഡു ദിസ്. പൊന്നെ, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി പൊന്നിന്? മമ്മി ഒളിച്ചു വെച്ചതായിരുന്നു ഇതൊക്കെ. ഓക്കെ, ഇന്ന് നമുക്ക് മോമോന് കളിക്കണം. സോ ഇന്ന് നമുക്കൊരു ബ്ലൂ ചിട്ടെടുക്കാം. ബ്ലൂ ഡ്രസ് അല്ലേ, അപ്പൊ ഒരു ബ്ലൂ ചിട്ടെടുക്കാം. ഡോണ്ട് ലെറ്റ് അതേഴ്സ് ടു ലിവ് ഇൻ യുവർ ഹെഡ് റെന്റ് ഫ്രീ. ഓ, വളരെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം. പൊന്നെ കളിക്കണം. അയ്യോ വീട്. ഓക്കെ, ഇതിന്റെ മീനിങ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അറിയുണ്ടാവും. അറിയാത്തവർക്കായിട്ട്, ഡോണ്ട് ലെറ്റ് അതേഴ്സ് ടു ലിവ് ഇൻ യുവർ ഹെഡ് ഫോർ റെന്റ് ഫ്രീ. അതായത് വേറുള്ളവരെ പറ്റി ആലോചിച്ചിട്ട് നിങ്ങളുടെ ലൈഫ് സാഡ് ആക്കരുതെന്ന്. മനസ്സിലായ? അതായത് ഇപ്പോ നിങ്ങൾക്ക് ഒരു പാരലൽ യൂണിവേഴ്സിൽ അവർ നിങ്ങളുടെ തലയിൽ ഇങ്ങനെ പോയിട്ടേ ഇരിക്കുകയാണ്. എന്താണ് അവരങ്ങനെ ചെയ്ത്, അവരിങ്ങനെ ചെയ്ത്. അപ്പൊ മറ്റുള്ളവരുടെ ലൈഫിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കണ്ട. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മാത്രം ആലോചിക്കുക. എന്തിനാ അവർക്ക് നിങ്ങളുടെ പ്രഷ്യസ് ടൈമും എനർജിയൊക്കെ കൊടുക്കണം? എന്തിനാ നിങ്ങളുടെ തലയിൽ അവരുടെ ലൈഫ് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ടിരിക്കുന്നുണ്ട്? അതിന്റെ ആവശ്യമില്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ എന്താക്കാൻ പറ്റും, ഹൗ ക്യാൻ യു ബെറ്റർ യുവർ സെൽഫ്, എന്തൊക്കെ ഇമ്പ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ പറഞ്ഞിട്ട് അങ്ങനെ. എന്റെ പിള്ളേർക്കൊക്കെ കളിക്കണം. ഇവരിനൊക്കെ ഇവിടെ ഒറ്റക്ക് വിട്ടിട്ട് പോയതായിരുന്നല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും കളിക്കണം വന്നപ്പോ. സോ അതാണ് ഇന്നത്തെ കോട്ട്. ഓക്കെ, ഇന്ന് ശരിക്കും ഞങ്ങൾക്ക് പാക്കിംഗ് ഉണ്ടായിരുന്നു. നാളെ നമുക്കൊരു ട്രാവലിംഗ് ഉള്ളതാണ്. പക്ഷെ ഇതുവരെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടില്ല. സുഗി സ്റ്റിൽ വർക്കിംഗ്, അവന് 2:30 വരെ വർക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ പ്ലാൻ ഇപ്പൊ എന്താ വെച്ചാല്, എന്തായാലും ഫുട്ബോൾ മാച്ച് കാണുന്നുണ്ട് ഞങ്ങളെല്ലാവരും. അപ്പോൾ ഫുട്ബോൾ മാച്ച് കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി എനിക്കൊരു എടുത്തു വെച്ചു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമന്റ്. See you tomorrow with another fresh video. Ta-ta, bye-bye. Love you all. Virtual hugs. Stay happy, stay healthy. എന്റെ വൈൻഡപ്പിന്റെ ഇടയിൽ ഡിസ്റ്റർബ് ആക്കി. ആ പറഞ്ഞ് വലിയ പ്ലേറ്റിൽ 2 എണ്ണത്തിൽ ഇടാ, എന്നിട്ട് എല്ലാരും ഷെയർ ചെയ്താ കഴിഞ്ഞുള്ളൂ. Wow.
കൈ വെച്ച് കഴിക്കുക, അപ്പോഴല്ലേ ചിക്കനൊക്കെ മുറിച്ച് കൈ വെച്ച് അങ്ങനെ ഞെരടി ചോറും ചിക്കനും ഇങ്ങനെ മിക്സ് ചെയ്തിട്ട്.